നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്നത് വ്യസന സമേതം ബന്ധുമിത്രാദികൾ എന്ന സിനിമയുടെ വിശേഷമാണ്. മിനിങ്ങാന്ന് രാത്രി മനോരമ മാക്സിൽ കൂടിയായിരുന്ന സിനിമയുടെ OTT റിലീസ്. 1 മണിക്കൂർ 54 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള സിനിമ. തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിരിക്കുന്നത് വിപിൻ, പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് വിപിൻ ദാസ്. പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് അസീസ് നെടുമങ്ങാട്, മല്ലിക സുകുമാരൻ, അനശ്വര രാജൻ, നോബി മാർക്കോസ്, സിജു സണ്ണി, ജോമോൻ ജ്യോതിർ, അരുൺ കുമാർ, പിന്നെ ബൈജു എന്ന് വേണ്ട നമ്മളറിയുന്ന ഒരുപാട് താരങ്ങളുണ്ട്. സിനിമ എങ്ങനെയുണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, സിനിമ നല്ല രസമായിട്ട് ഇഷ്ടപ്പെടുന്ന, നല്ല കോമഡിയിൽ കൊണ്ടുപോകുന്ന ഒരു സിനിമ. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ട സിനിമ. ടുവേർഡ്സ് എൻ്റെ സിനിമ ഒരു മിക്സഡ് ഇമോഷൻസ് എല്ലാം പാസ് ചെയ്യുന്നുണ്ട്. തുടക്കം മുതലേ ഒരു മരണ വീട്ടിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അത് വളരെ രസകരമായിട്ട് ആവിഷ്കരിച്ചെടുക്കാൻ, അല്ലെങ്കിൽ വളരെ തന്മയത്തോടെ അവതരിപ്പിക്കാൻ കുറെ കിടിലം പെർഫോമൻസുകളാണ്. തിരുവനന്തപുരം സൈഡിലാണ് ഈ സിനിമ നടക്കുന്നത്. തിരുവനന്തപുരം സ്ലാങ് പക്കായിട്ട് ചെയ്തേക്കുന്ന ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നി. നല്ല രസമായിട്ട് തിരുവനന്തപുരത്തെ ആ ഒരു ഭാഷാശൈലിയെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഈ സിനിമ തുടങ്ങി ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ അനശ്വരയ്ക്ക് ഒരു ഫോൺ കോൾ വരുന്നുണ്ട്. അപ്പോൾ അനശ്വരയ്ക്ക് ഒരു ഫോൺ കോൾ വരുമ്പോൾ ആ ഭാവി വരനോട് സംസാരിക്കുന്ന അതിനകത്ത് അവിടെ തന്നെ ആ സിനിമയ്ക്ക് ഒരു കണക്ഷൻ കിട്ടും നമുക്ക്. നല്ല രസമായിട്ട്, അല്ലെങ്കിൽ വളരെ നിഷ്കളങ്കത്വമുള്ള കുറേ കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ അങ്ങോട്ട് സിനിമ നമ്മളെ കൊണ്ടുപോകും. ടുവേർഡ്സ് ദ എൻഡ് വരെ സിനിമ നന്നായിട്ട് കൊണ്ടുപോയി. ത്രൂ ഔട്ട് കോമഡിയാണ്. ഏറ്റവും കുറേ നല്ല കിടിലും പെർഫോമൻസുകളുണ്ട്. നമ്മൾ കേൾക്കാത്തതും അല്ലെങ്കിൽ അറിയാത്ത, അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അറിയാത്ത കുറേ പെർഫോമൻസ് ഉണ്ട്. ഒരു ഗിരിജ അമ്മായി എന്ന് പറഞ്ഞൊരു സ്ത്രീ, അവർ വരുന്നുണ്ട് ഈ മരിച്ച ആളെ കാണാനായിട്ട്. അവരങ്ങോട്ട് തകർത്ത് കളഞ്ഞ ഒരു പെർഫോമൻസ്. നല്ല രസമായിരുന്നു. അവർ ത്രൂ ഔട്ട് നല്ല രസമായിട്ട്, എന്ന് വെച്ചാൽ അവർ എത്ര സമയമുണ്ടോ അത്രയും നേരം അവർ വളരെ നാച്ചുറലായിട്ട്, അവർ ഇതിനു മുന്നേ കണ്ടിട്ടില്ല. അവർ കിടിലമായിരുന്നു എന്ന് പറഞ്ഞാൽ കിടിലമായിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം എന്ന് വെച്ചാൽ ജോമോൻ ജ്യോതിറിൻ്റെ കഥാപാത്രമായിരുന്നു. അടിപൊളിയായിരുന്നു. ശക്തി എന്ന് പറഞ്ഞ കഥാപാത്രം ചിരിപ്പിക്കാനുള്ള കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. അത് വളരെ രസകരമായിട്ട്, അത് എന്താണെന്ന് ഞാൻ പറയാനുള്ള, രസമായിട്ട് ജോമോൻ ജ്യോതിർ, കുറേ നാളുകൾക്ക് ശേഷം ജോമോൻ ജ്യോതിറിന് കുറച്ചുകൂടെ കോമഡി ടച്ചുള്ള ഒരു സംഭവം ഇതാണ്. അടിപൊളിയായിരുന്നു ആ റോള്. സിജു സണ്ണിയുടെ റോള് നല്ല രസമായിട്ട് ചെയ്തു. എസ്പെഷ്യലി ഈ വെള്ളം കൊണ്ട് കൊടുക്കുന്ന കുറേ സീനൊക്കെ ഉണ്ട്. മരിച്ച ആൾക്കല്ല, മരണ വീട്ടിലെ നിൽക്കുന്ന ആളുകൾക്ക് വെള്ളം കൊണ്ട് കൊടുക്കുമ്പോൾ കുറേ രസമായിട്ട് സിജു സണ്ണി ആ റോൾ ചെയ്തു. എനിക്ക് സിജു സണ്ണി ഭയങ്കര വലിയ ആക്ടറാണെന്നൊന്നും ചിലപ്പോൾ തോന്നാറില്ല. പക്ഷേ ഈ സിനിമ നാച്ചുറലായിട്ട് അഭിനയിക്കാൻ കഴിവുള്ള ഒരാളാണെന്ന് ഈ സിനിമയ്ക്കോടെങ്കിലും പുള്ളി പ്രൂവ് ചെയ്തിട്ടുണ്ട്. നല്ല രസമായിട്ടുണ്ടായിരുന്നു. പിന്നെ ബൈജു ഒരു വെറുപ്പിക്കുന്ന കഥാപാത്രമാണ്, എങ്കിലും ബൈജു വളരെ നാച്ചുറലായിട്ട് ആ റോള് കൈകാര്യം ചെയ്തു. അസീസ് നെടുമങ്ങാട് ഒരു രക്ഷയില്ലായിരുന്നു, സൂപ്പറായിരുന്നു. അവസാനം ഒരു കിടിലം പെർഫോമൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ അസീസ് നെടുമങ്ങാട് ആസ് എൻ ആക്ടർ അടിപൊളിയായിട്ട്, എനിക്ക് ഭയങ്കര ഒരു അഭിപ്രായമുള്ള ഒരു ആക്ടറാണ്. കിടിലമായിരുന്നു അസീസ്. നോബി വളരെ മെച്യൂർഡ് ആയിട്ടുള്ള ആക്ടിങ്. ഞാൻ വാഴയിൽ കണ്ടപ്പോൾ വാഴയിലേക്കകത്ത് നോബി ആക്ട് ചെയ്യണം കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിനകത്തും എത്ര മനോഹരമായിട്ട് ക്ലാസ് ആയിട്ട് നോബി ആ റോള് ചെയ്തിട്ടുണ്ട്. സൂപ്പറായിരുന്നു. ഭയങ്കര മെച്യൂർഡ് ആയിട്ടുള്ള ആക്ടേഴ്സായി മാറി. ഇവരൊക്കെ ചെറിയ സ്റ്റേജ് ഷോ കൂടെ വന്നിട്ട് ഇപ്പോൾ ഒന്നാമത് അവർ ഭയങ്കര കിടിലം ആക്ടേഴ്സ് ആയിരിക്കും. സ്റ്റേജ് ഷോ ഒക്കെ ചെയ്യുന്ന പറഞ്ഞാൽ എളുപ്പമല്ല. ഇപ്പോൾ അവരെല്ലാം കിടിലം ആക്ടേഴ്സാണ് സിനിമയിൽ. വളരെ മെച്യൂർഡ് ആയിട്ടുള്ള ക്യാരക്ടർ റോൾസും എന്തും കോമഡി ചെയ്യാൻ കാലിബറുള്ള ഒരു നടന്മാരായിട്ട് നോബിയും അസീസൊക്കെ മാറണം കാണുമ്പോൾ അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ട്. അടിപൊളിയായിരുന്നു അവരുടെ രണ്ടുപേരുടെയും പെർഫോമൻസ്. പിന്നെ എനിക്ക് പറയണമെന്ന് തോന്നിയത് ഈ നമ്മുടെ അസീസ് നെടുമങ്ങാടിൻ്റെ ഭാര്യയായിട്ട് ചെയ്ത സ്ത്രീ ക്ലാസ് ആയിരുന്നു. അവർ അടിപൊളിയായിട്ട് ചെയ്തു. അവരുടെ എക്സ്പ്രഷൻസ് ഒക്കെ, എന്താണ്, ഇമോഷണൽ സീൻസ് ഒക്കെ ഉണ്ടല്ലോ, പക്ക നാച്ചുറലായിട്ട് ചെയ്തു. പിന്നെ അനശ്വരയുടെ പെർഫോമൻസ് കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു. അങ്ങനെ ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യാനൊന്നുമില്ല, എങ്കിലും അനശ്വര നല്ല രസം, ഇമോഷണൽ സീൻസിലൊക്കെ പ്രത്യേകിച്ച് നല്ല രസമായിട്ട് അനശ്വര ആക്ട് ചെയ്ത പോലെ എനിക്ക് തോന്നി. മല്ലിക സുകുമാരനെ മലയാള സിനിമ മര്യാദയ്ക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. കാരണം അവരൊരു കിടിലം ആക്ട്രസ്സാണ്. അതുപോലെ അവരെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ അടിപൊളിയായിട്ട് അഭിനയിക്കുന്ന, കുറച്ച് നേരം ഉള്ളെങ്കിലും അവരുടെ ഓരോ എക്സ്പ്രഷൻസ് ഒക്കെ എത്ര മനോഹരമാണ്. ഇപ്പോൾ ബ്രോഡാഡിയിലൊക്കെ ചെയ്യുന്ന അതുപോലെ ഒരുപാട് റോൾസ് കിട്ടാറില്ലെങ്കിലും മല്ലിക സുകുമാരൻ ഒരു ആക്ട്രസ് എന്ന് പറയേണ്ട കാര്യമില്ല. പക്ഷേ അത്രയും കഥാപാത്രങ്ങൾ അവർക്ക് കിട്ടുന്നുണ്ടോ എന്ന് സംശയമായി. ഭയങ്കര രസമാണ് മല്ലിക സുകുമാരൻ്റെ ആക്ടിങ് കാണാൻ. വളരെ നാച്ചുറലായിട്ട് അഭിനയിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ പറയാൻ നോക്കിക്കഴിഞ്ഞാൽ ബൈജു ഞാൻ പറഞ്ഞു. അരുൺ കുമാറിൻ്റെ, നമ്മുടെ ദിലീപേട്ടൻ്റെ ചെറുപ്പകാലം മീശ മാധവനിൽ ചെയ്ത അരുൺ, അത് വളരെ പുള്ളി കുറച്ച് മെച്യൂർഡ് ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസറായിട്ടുള്ള ഒരു കഥാപാത്രമാണ്. കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു ആ റോള്. പുള്ളിക്ക് ഇത്രയും ഒരു ഡിഫറെൻറ്റ് റോള് കണ്ടിട്ടില്ല. നല്ല രസമായിട്ട് പുള്ളി ചെയ്തു. ഓവറോൾ നമുക്ക് ചിരിച്ച് രസമായിട്ട്, എന്നാൽ ടുവേർഡ്സ് ദ എൻഡ് നമ്മളെ കുറച്ച് ചിന്തിപ്പിക്കുന്ന, അല്ലെങ്കിൽ കുറച്ച് ഇമോഷണൽ ആയിട്ടൊക്കെ അവസാനിപ്പിക്കുന്ന ഒരു ചെറിയ നല്ല സിനിമയാണ്. വേറെ നമ്മൾ കൂടുതൽ എക്സ്പെക്ടേഷൻസ് ഒന്നും ഇല്ലാണ്ട് ഒരു പ്ലെയിൻ ആയിട്ടുള്ള മൈൻഡോടെ, അല്ലെങ്കിൽ ഒരു ക്ലീൻ മൈൻഡോടെ, അല്ലെങ്കിൽ എന്താണ്, വിതൗട്ട് എനി എക്സ്പെക്ടേഷൻസ് കണ്ടാൽ നമുക്ക് നല്ല പോലെ ഇഷ്ടപ്പെടുന്ന ഒരു ചെറിയ കുടുംബ ചിത്രം. അതിനപ്പുറത്തേക്ക് വേറെ ഒന്നും പറയാനില്ല.
രസമായിട്ട് കണ്ടിരിക്കാവുന്ന സിനിമയാണ്. കുറേ ചിരിപ്പിച്ചു, കുറേ കഥാപാത്രങ്ങൾ, ജോമോൻ, സിജു, പിന്നെ അങ്ങനെ പിന്നെ നമ്മൾ അറിയാത്ത കുറച്ച് കഥാപാത്രങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ ഈ ഗിരിജ, അമ്മായി, അങ്ങനെ കുറേ കഥാപാത്രങ്ങളുടെ പെർഫോമൻസുകളെല്ലാം ഇതിനകത്ത് ഭയങ്കര കിടലാണ്. പിന്നെയുണ്ട് കുറേ കഥാപാത്രങ്ങൾ പേരറിയാത്ത, അവരെല്ലാവരും ആക്ടിങ് വൈസ് എല്ലാവരും ക്ലാസ് ആയിരുന്നു, സൂപ്പറായിട്ട് ആക്ട് ചെയ്ത പോലെ തോന്നി. അപ്പോൾ തീർച്ചയായിട്ടും കണ്ടു നോക്കാൻ, സന്തോഷത്തോടെ ഒരു വീക്കെൻഡൊക്കെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ചെറിയ നല്ല സിനിമയാണ് വ്യസന സമേതം ബന്ധുമിത്രതകൾ. അപ്പോൾ കണ്ടു നോക്കൂ, കണ്ടിട്ട് വിശേഷങ്ങൾ അറിയിക്കൂ. മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വേറൊരു ദിവസം വരാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ആൻഡ് താങ്ക് യു ഫോർ ഓൾ ദ സപ്പോർട്ട് ആൻഡ് ബൈ.